കമ്പ്യൂട്ടർ. ഓക്കെ ടീച്ചേഴ്സ്, നമ്മൾ ഡേ 7ലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ബാച്ച് 2കാർക്ക് എടുത്തതാണ്. അതിൽ ആർക്കെങ്കിലും ഒക്കെ മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ ഈ ക്ലാസ് ഉപയോഗപ്പെടുത്താം. ബാച്ച് 1ന്റെ ഡേ 7ആണ് ഇന്ന്. ശരിക്കും ബാച്ച് 2ലെ ടീച്ചേഴ്സും കൂടെ ഉണ്ട്. ഓക്കെ, ഞാൻ കഴിഞ്ഞ ദിവസം അവരോട് പറഞ്ഞതാണ് ഈ നമ്മൾ എന്താണ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ക്ലാസ് എടുക്കുക. ആ ക്ലാസ്സിന്റെ ഒരു സബ്ജക്റ്റ് എടുക്കുക. ഓക്കെ, അതിന്റെ ഒരു യൂണിറ്റും എടുക്കുക. എന്നിട്ട് ആ യൂണിറ്റിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു പ്രോജക്റ്റ് ആയിട്ട് തയ്യാറാക്കും. അതിന്റെ ടീച്ചിങ് മാനുവൽ വരും. ആ ആ ക്ലാസ് റൂമിൽ ആ യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഒരു 4-5 ഡിസൈൻസ് വരും. കുട്ടികൾക്ക് വേണ്ടുന്ന നോട്ട്സ്, ലെസൺ നോട്ട്സ് ഒക്കെ വരും. വർക്ക് ഷീറ്റുകൾ വരാം. ക്വസ്റ്റ്യൻസ് വരും. ആ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട AI വീഡിയോസ് ഒക്കെ വരും. അപ്പൊ ഈ പ്രോജക്റ്റ് വഴിയാണ് നമ്മൾ ഈ പഠിച്ചതെല്ലാം കൂടെ കുറച്ച് കാര്യങ്ങൾ കൂടുതലും നിങ്ങൾക്ക് തരും. നിങ്ങൾ ഇത് ചെയ്തു വരുമ്പോൾ ഒരുപാട് സംശയങ്ങളുണ്ടാവും. എനിക്കറിയില്ല എത്ര പേര് ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുമെന്ന്. ചെയ്യുന്നവർക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. നമ്മൾ ഈ കോഴ്സിന്റെ ഒരു മെയിൻ പാർട്ടിലോട്ടാണ് നമ്മൾ കയറുന്നത്. ഓക്കെ, അപ്പൊ ഈ ഡേ 7 കഴിഞ്ഞ് ഡേ 8 ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരും. പറഞ്ഞല്ല, നിങ്ങൾക്ക് ഞാൻ ചെയ്ത് കാണിച്ചു തരും. അതിനെ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാം. ഓരോ സാധനങ്ങളും ഓരോ സാമ്പിൾസ് ഞാൻ ചെയ്ത് കാണിക്കും. എനിക്ക് തോന്നുന്നു നാളെയാണെന്ന് തോന്നുന്നു ഡേ 8 ബാച്ച് 1ന്റെ സൺഡേ. യെസ്, നാളെ. അപ്പോൾ നാളെ ഡേ 8 നമുക്ക് ചെയ്ത് കാണിച്ചു തരും ഓരോ വർക്കുകൾ എങ്ങനെയാണ് ചെയ്യുന്നത്. അതിനെ നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്നിട്ട് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. നമ്മളൊരു യൂണിറ്റ് എടുത്ത് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരും. നിങ്ങൾ അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടീച്ചിങ് മാനുവലാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ടീച്ചിങ് മാനുവലിൽ മാത്രമാണ് നമ്മൾ ഇന്നത്തെ ദിവസം ഫോക്കസ് കൊടുക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ഡേ 2 ഒരു ടീച്ചിങ് മാനുവൽ തയ്യാറാക്കി വളരെ ചെറിയ പ്രോംപ്റ്റ് കൊടുത്തിട്ട് ഒരു മോഡൽ കൊടുത്തു അല്ലെ? ഒരു ടീച്ചിങ് മാനുവൽ നമ്മൾ മോഡൽ കൊടുത്തിട്ട് അതുപോലെ ഒരെണ്ണം തയ്യാറാക്കി തരാൻ പറഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ ChatGPT തയ്യാറാക്കി തന്നു. ജെമിനിയിൽ നമ്മൾ മലയാളം കൊടുത്തു, അതും നമ്മൾ പെട്ടെന്ന് അതിലും തയ്യാറാക്കി തന്നു. ഇന്ന് നമ്മൾ ക്ലോഡ് എന്ന് പറയുന്ന ആൻഡ്രോപ്പിക്കിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്ലോഡ്, നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാകും. ക്ലോഡ് വന്നപ്പോഴത്തേക്കും IT-യുടെ കുറെ ഷെയറുകളൊക്കെ ഇടിഞ്ഞ് താഴോട്ട് വന്നു എന്നുള്ള ഒരു സംഭവം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലോഡ് വരികയും അതിനെ ആന്റിവൈറസ് സോഫ്റ്റ്വെയർ, കുറച്ച് സോഫ്റ്റ്വെയർ കമ്പനിയുടെ എറർ നോക്കിയപ്പോഴത്തേക്കും ആ ആന്റിവൈറസ് സോഫ്റ്റ്വെയറിൽ തന്നെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടതായിട്ട് കണ്ടെത്തുകയൊക്കെ ചെയ്തു. ഇപ്പൊ ക്ലോഡ് എന്ന് പറയുന്നത് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു AI ടൂളാണ്. ഇനിയും ഒരുപാട് AI ടൂൾസ് ഒക്കെ വരാനുണ്ട്. അപ്പൊ നമ്മൾ ആ അത്തരം പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ടീച്ചിങ് മാനുവൽ. അപ്പൊ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ ചിന്തിക്കാത്ത, നമ്മുടെ ലെവലിൽ നിന്ന് കേട്ടിട്ടില്ലാത്ത ഒരുപാട് ആശയങ്ങൾ അതിനകത്ത് വരാം ടീച്ചിങ് മാനുവലിൽ. അപ്പൊ ഈ ഇപ്പോൾ പല കുട്ടികളെ നമുക്ക് പല രീതിയിൽ മെച്ചപ്പെടുത്തി കൊണ്ടുവരാനുള്ള ഒരുപാട് ആശയങ്ങളൊക്കെ ഈ ടീച്ചിങ് മാനുവലിനകത്ത് വരും. നമ്മൾ വർഷങ്ങളായിട്ട് എന്താണ് ചെയ്യുന്നത്? വർഷങ്ങളായിട്ട് ടീച്ചിങ് മാനുവൽ ഒരു പണ്ട് എഴുതിയ ആള് നമ്മൾ അനുകരിച്ചാണ് ഇങ്ങോട്ട് വരുന്നത് അല്ലേ? പുതുതായിട്ടൊന്നും ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. തനിയെ എഴുതുന്ന ആളുകളുണ്ട്, സ്വന്തമായിട്ട് ടീച്ചിങ് മാനുവൽ എഴുതുന്ന ഒരുപാട് അധ്യാപകരുണ്ട്. ഞാൻ അതല്ല പറയുന്നത്. നമുക്ക് മോഡേൺ ടെക്നോളജി അനുസരിച്ച് ഓരോ കാലഘട്ടത്തെ മാറ്റങ്ങൾ അനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് നമ്മളിപ്പോൾ നോക്കും. ആ ടീച്ചിങ് മാനുവൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ മനസ്സിലാവും. കൂടുതൽ ഇൻട്രൊഡക്ഷൻ പറയുന്നില്ല. അതിന്റെ പ്രോംപ്റ്റ് വരുന്നത് ഇതിന്റെ താഴെയാണ്. ഈ ഇംഗ്ലീഷ് ടീച്ചിങ് മാനുവൽ എന്ന് പറഞ്ഞ് ഇതിനകത്തുനിന്ന് നമുക്ക് എടുക്കാം. പൊസിഷൻ മാറ്റട്ടെ. ഇവിടെയാണ് കിടക്കുന്നത്. അത് ഞാൻ ക്ലോഡ് ഒന്ന് പരിചയപ്പെടുത്തട്ടെ. ഗൂഗിൾ എടുക്കുക. ഗൂഗിൾ ഗൂഗിളിൽ ക്ലോഡ് അടിച്ചു കൊടുക്കുക. ക്ലോഡ് AI എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ അതിന്റെ ആ ഈ മറ്റേ നമ്മുടെ കൊറോണ പോലത്തെ സിമ്പിളാണ് അതിന്റെ ഈ കാണുന്നത്. സെയിം നമ്മൾ വേറെ ഇതില്ല, ChatGPT പോലത്തെ ഇന്റർഫേസ് ചെയ്യുന്ന നടുക്കൊരു പ്രോംപ്റ്റ് ഏരിയ ഉണ്ട്. നമുക്ക്
പ്രോംപ്റ്റ് അടിച്ചു കൊടുക്കുമ്പോൾ അതിന് പ്രോസസ്സ് ചെയ്യാനുള്ള സോണറ്റ് 4.6 എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് വെർഷൻ ആണ്. ഓക്കെ. അപ്പോൾ അതിൽ പ്ലസ് ഉണ്ട് നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യാനുള്ള. ഞാൻ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന പ്രോംപ്റ്റ് ഇതിനകത്ത് കൊടുക്കുകയാണ്. I am a teacher working under the SCRT Kerala syllabus. I have uploaded the three documents, the student textbook, teacher handbook, and a reference teaching manual. Based on these three documents, please create a comprehensive teaching manual for this unit subject. The teaching manual should include the following section for each lesson. ഓരോന്നിനും വളരെ മൈന്യൂട്ടായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഓവർവ്യൂ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, കണ്ടന്റ് സമ്മറി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, ലെസൺ പ്ലാൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, ടീച്ചിങ് സ്ട്രാറ്റജീസ്. ഇതിൽ നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ നമുക്ക് ഒഴിവാക്കാം, ആവശ്യമുള്ളത് കൂട്ടിച്ചേർക്കാം. അങ്ങനെയൊക്കെ ഉള്ള സൗകര്യമുണ്ട്. ഞാൻ ഇത്രയും മാത്രം കോപ്പി എടുത്ത് ഇതിനകത്ത് കൊടുത്ത് ഇവിടെ പേസ്റ്റ് കൊടുക്കുകയാണ്. എൻ്റെ കയ്യിലുള്ള കണ്ടന്റും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തന്നു പോകുന്നതായിരിക്കും എളുപ്പം. ഡേ 7 നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ഇംഗ്ലീഷിനുമായിട്ട് ബന്ധപ്പെട്ട ഏത് ക്ലാസ് ആണെന്ന് കാണിച്ചു തരാം. നമുക്ക് ഉള്ളത് 2ാം ക്ലാസ്സിന്റെ എ പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞ സെക്കൻഡ് യൂണിറ്റ് ആണ് ഞാൻ എടുത്തു വെച്ചേക്കുന്നത്. അതിന്റെ ടെക്സ്റ്റ് ഉണ്ട്, മോഡൽ ടീച്ചിങ് മാനുവൽ ഉണ്ട്, അതിന്റെ ഹാൻഡ് ബുക്ക് ഉണ്ട്. ഇത് മൂന്നും എൻ്റെ കയ്യിലുണ്ട്. നമ്മൾ സാധാരണ ചാറ്റ് ജി പി ടിയിൽ ചെയ്യുന്നതിനേക്കാളും ഒത്തിരി സമയം പിടിക്കുന്ന ഒരു സാധനമാണ് ഈ ക്ലോഡ് എന്ന് പറയുന്നത്. ഒത്തിരി സമയം, ചിലപ്പോൾ അരമണിക്കൂറൊക്കെ പിടിച്ചേക്കും. അതുകൊണ്ട് പെട്ടെന്ന് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും ഈ സാധനം ചാറ്റ് ജി പി ടിയിൽ പ്രോസസ് ചെയ്യും. ഇപ്പോൾ ഈ പ്രോംപ്റ്റിന്റെ വ്യത്യാസം കൊണ്ട് തന്നെ നമ്മൾ മുമ്പ് ചെയ്ത ആദ്യ 2ാം ദിവസം ചെയ്തതിനേക്കാൾ സ്ട്രക്ചർ ആയിട്ടുള്ള ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റിസൾട്ട് ആയിരിക്കും കിട്ടുക. ഇതാണ് 3 ഞാൻ യൂണിറ്റ് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് യൂണിറ്റ് ഓരോ സെപ്പറേറ്റ് യൂണിറ്റ് ആയിട്ട് ചെയ്യേണ്ട എങ്ങനെയെന്നുള്ളതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എല്ലാവർക്കും അത് മനസ്സിലായതുമാണ്. ഈ 3 ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നു. പ്രോംപ്റ്റ് ഞാൻ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി പ്ലസ് ബട്ടൺ കൊടുത്ത് ഇനി നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഇത് നമ്മൾ ഫ്രീ ആയിട്ടുള്ള ഒരു സാധനമായിരിക്കും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഒത്തിരി ഒന്നും കൊടുക്കണ്ട. ഒരു ഹാൻഡ് ബുക്കും പിന്നെ ഒരു മോഡൽ ടീച്ചിങ് മാനുവലും അപ്ലൈ ചെയ്താൽ മതിയാവും. 2 കൊടുത്താൽ മതി. ഞാൻ ഇതിൽ 2 കൊടുക്കുന്നു. 3 പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കൊടുക്കുന്നു. ഈ ക്ലോഡിന്റെ ഒരു പ്രശ്നം ഇതാണ്, അവര് വളരെ പിശുക്കാണ് നമുക്ക് തരാനൊക്കെ. വളരെ കുറച്ച് ടൈമേ തരുള്ളൂ, പെട്ടെന്ന് ടൈം ഔട്ട് ആവും. കഴിഞ്ഞ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ഒരുപാട് ടീച്ചേഴ്സ് പറഞ്ഞാണ്, ചെയ്തു വരുമ്പോൾ പിന്നെ ഇനി 3 മണിക്കൂർ കഴിഞ്ഞു, 4 മണിക്കൂർ കഴിഞ്ഞു, അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കും കൊടുത്തു. എന്താണെന്ന് ഓപ്പൺ ചെയ്ത് നോക്കാമല്ലോ. ഇംഗ്ലീഷ് ടീച്ചേഴ്സ് എന്തായിരുന്നു എനിക്ക് വേണ്ടത്? ടീച്ചിങ് മാനുവൽ മെയിൻ ആണ്. ഇത് ടീച്ചിങ് മാനുവൽ ആണേ. ഇതൊരു ഹാൻഡ് ബുക്ക് ആണേ. രണ്ടും കൊടുക്കുകയാണ്. ക്ലോഡിൽ 2 സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി നമ്മുടെ ഇതിനകത്ത് കൂടെ ഇട്ടുതരാം. ഒന്ന് റീനെയിം ചെയ്തിട്ട് റീനെയിം TM. ഇത് ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും. ഒന്ന് കൺഫേം ചെയ്തോട്ടെ. ടെക്സ്റ്റ്. ഓക്കെ. അപ്പൊ ഇത് 2 വേണ്ട. ഈ 2 ഞാൻ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇടുകയാണേ. അവിടെ പ്രോസസ്സ് തുടങ്ങിയിട്ടുണ്ട്. എന്നോടൊപ്പം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. B1. B2 വേണമെങ്കിൽ ആരെങ്കിലും ഒന്ന് പറയണേ. B2 ഈ ഇത് ഇടണമെന്നുണ്ടെങ്കിൽ B2 കഴിഞ്ഞ ദിവസം ചെയ്തത് മനസ്സിലായില്ല അല്ലെങ്കിൽ ശരിയായി വന്നില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്
ഇന്ന് വീണ്ടും ഒരു ക്ലാസ് വെച്ച്. ഹലോ, ആരും കേൾക്കുന്നുണ്ടാ? നിനക്കൊന്നുമില്ല. ടീച്ചേഴ്സ്. കേൾക്കാം സാർ. ആ. കേൾക്കാം സാർ. ഓ, താങ്ക് യു, താങ്ക് യു. അപ്പൊ നമ്മളെ കേൾക്കുന്നു. ഓക്കെ, ഓക്കെ. അപ്പൊ B2-ൽ വേണോ വേണ്ടേ എന്നുള്ളതൊന്ന് പറയണേ. TM. ഇത് TM ആണ്, ഹാൻഡ് ബുക്ക് ആണ്. ഇത് വെറും ആ പർട്ടിക്കുലർ യൂണിറ്റ് മാത്രമേ ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. B1-ൽ ഇട്ടു. B2-ൽ വേണം കമന്റിലൊക്കെ ഒന്ന് പറയുക. സാർ കഴിഞ്ഞ ദിവസത്തെ സെയിം പ്രോംപ്റ്റ് തന്നെയല്ലേ? അതെ, 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 സെയിം പ്രോംപ്റ്റ്, ഒരു മാറ്റവും. ടീച്ചറിന് ചെയ്യാൻ പറ്റിയായിരുന്നോ? നോക്കിയോ? എനിക്ക് എങ്ങനെ ടൈം ഔട്ട് ആയി വന്നു. പല രണ്ട് മെയിൽ ഐ ഡി ട്രൈ ചെയ്തു. അപ്പൊ തരുതര ടൈം ഔട്ട് ആവുമായിരുന്നു. എന്റെ കംപ്ലീറ്റ് ആയില്ല. ഇന്ന് ഓക്കെ, രാത്രി പിന്നെ വീണ്ടും ട്രൈ ചെയ്യാന്ന് ഓക്കെ, ഓർത്താ. ഓക്കെ, ഓക്കെ, ഓക്കെ. ഇച്ചിരി സമയം എടുക്കും, നമ്മളത് യൂസ്ഡ് ആയി വരാനുള്ള ഒരു ഇതുണ്ട്. ഫോർവേഡ്, ഫോർവേഡ് P2. വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഈ പറഞ്ഞ തന്നെ നമ്മുടെ ChatGPT-യിലോട്ട് ഒന്ന് കൊണ്ടുപോകാം. ഇവിടെ ആയിട്ടുണ്ട്, രണ്ട് അപ്ലോഡ് ആയിട്ടുണ്ട്. ഇത് ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് ടീച്ചേഴ്സിന് കഴിഞ്ഞ പ്രാവശ്യം ഒരു 4-5 പേർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മളിത് ChatGPT-യിലാണ് ട്രൈ ചെയ്യണം. ChatGPT-യിൽ ഫ്രഷ് ആയിട്ട് ഒരു പേജ് ഓപ്പൺ ആക്കി അതിനകത്ത് നമ്മുടെ ഈ പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്യാം. ടീച്ചർ, പിന്നെ നമുക്ക് എന്തൊക്കെ വേണം എന്നുള്ളത് ഓരോന്നോരോന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. പ്ലസ് കൊടുത്തിട്ട് ആഡ് കൊടുത്ത് ടീച്ചിങ് മാനുവൽ ഹാൻഡ് ബുക്ക് മാത്രം കൊടുത്ത് ഓപ്പൺ കൊടുക്കുക. ടെക്സ്റ്റ് ബുക്കിൽ ഒരു തേർഡ് പ്രയോറിറ്റി കൊടുക്കാൻ കാരണം ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് സ്റ്റോറിയും മറ്റു കാര്യങ്ങളൊക്കെയാണ് കാരണം കൂടുതലും ഇതിനകത്തുള്ള ഈ ഇത് കണ്ടീഷൻസ് ഒക്കെ വരുന്ന ഹാൻഡ് ബുക്കിലാണല്ലോ. ഹാൻഡ് ബുക്കും ടീച്ചിങ് മാനുവലും ആണ് നമുക്ക് ഇതിനകത്ത് ഏറ്റവും പ്രയോറിറ്റി. ഇപ്പൊ 3 കൊടുക്കാൻ പറ്റുമെങ്കിൽ ടെക്സ്റ്റ് ബുക്കും കൂടെ കൊടുത്താൽ നല്ലതായിരിക്കും. എങ്കിലും ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റുകളെല്ലാം ഇത് രണ്ടിലും വരുന്നത് കൊണ്ടാണ് ഈ രണ്ടെണ്ണത്തിനും ഞാൻ പ്രാധാന്യം കൊടുത്ത് ചെയ്യുന്നത്. ഇതിപ്പോ ChatGPT-യിൽ രണ്ടെണ്ണം പറഞ്ഞു വിട്ടു. അതിന്റെ ChatGPT തന്നെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ബേസ്ഡ് ഓൺ ദ അപ്ലോഡഡ് SCRT കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വരാം. ഇനി ഇതിപ്പോ നമുക്ക് ടീച്ചിങ് മാനുവല് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഇനി ഞാനൊരു പുതിയ, നമ്മൾ ഇതുവരെ പരീക്ഷിക്കാത്ത, ശീലിച്ചിട്ടില്ലാത്ത ഒരു പുതിയൊരു കാര്യം കൂടെ പറയാം. വേറൊന്നുമല്ല, നമ്മുടെ അടുത്ത് ഇത് തയ്യാറാക്കുന്നതിന് മുൻപേ നമ്മൾ ഈ AI മോഡലുകളോട് കുറച്ച് ചോദ്യം എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടാൻ പോവുകയാണ്. ഒരു ജോലി ചെയ്യുന്നതിന് മുമ്പ് നമ്മളിപ്പോ ഒരു കസ്റ്റമറിന്റെ അല്ല ഒരു സാധനം വാങ്ങാൻ നമ്മളൊരു കസ്റ്റമർ ആയിട്ട് ഒരിടത്ത് പോകുമ്പോഴത്തേക്കും വീട് വെക്കാനെന്ന് വെച്ചോളൂ. അപ്പൊ നമ്മളടുത്ത് കുറെ കാര്യങ്ങൾ ചോദിക്കും അല്ലേ. നമ്മുടെ വീടിന് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെ സൗകര്യങ്ങളാണ് വേണ്ടത്, അങ്ങനെ അങ്ങനെ കുറെ ചോദ്യങ്ങൾ നമ്മളടുത്ത് ചോദിച്ചതിന് ശേഷമാണ് അവർ അതിന്റെ ഡിസൈനിങ് വർക്കിലേക്ക് കടക്കുന്നത് അല്ലേ. അതുപോലെ നമ്മൾ അങ്ങോട്ട് ചോദിക്കുകയാണ്, ChatGPT അല്ലെങ്കിൽ ക്ലോഡ് ഇങ്ങോട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും, 10 ചോദ്യങ്ങൾ ചോദിക്കും, നീ ആ വർക്ക് എങ്ങനെ ചെയ്ത് തരണമെന്നോ. ഓക്കെ, അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ടുള്ള പ്രോബ്ലം താഴെ കൊടുക്കുന്നുണ്ട്. ക്രിയേറ്റ് മീ ടീച്ചിങ് മാനുവൽ ബിഫോർ ദാറ്റ് ആസ്ക് 10 ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടീച്ചിങ് മാനുവൽ. നിങ്ങൾ തയ്യാറാക്കാൻ പോകുന്ന ആ ടീച്ചിങ് മാനുവലുമായിട്ട് ബന്ധപ്പെട്ട 10 ചോദ്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കാൻ വേണ്ടി പറയണം. ഇതും കൂടെ ആകുമ്പോഴാണ് ബെറ്റർ ആവും.
നമ്മള് ഇതിന് മുമ്പ് ടീച്ചിങ് മാനുവൽ ചെയ്തപ്പോൾ അതൊന്നും നമ്മൾ ചെയ്തില്ല. ഇപ്പൊ ചാറ്റ് ജി പി ടി കുറച്ച് ചോദ്യങ്ങൾ പെട്ടെന്ന് ചോദിച്ചു. എന്തൊക്കെയാ ചോദിച്ചേ? വിച്ച് ക്ലാസ് സ്റ്റാൻഡേർഡ് ഈസ് ദിസ് മാനുവൽ ഫോർ? അത് ഐഡന്റിഫൈ ചെയ്ത് 2ാം ക്ലാസ് ആണ്. ഞാൻ ഈ ക്വസ്റ്റ്യൻസ് അത്രയും കോപ്പി ചെയ്യണേ. ഈ 10 ക്വസ്റ്റ്യൻസും അതിന്റെ ഉത്തരങ്ങളും ഒക്കെ സജഷൻസ് അവർ പറയുന്ന അത്രയും കോപ്പി എടുത്ത് എന്റെ ചാറ്റ് ഏരിയയിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം. ഇതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വിച്ച്, അത് കറക്റ്റ് ആണ്. വിച്ച് ഈസ് ദ എക്സാക്ട് യൂണിറ്റ് നെയിം എ പീസ് ഓഫ് കേക്ക്, അതും കറക്റ്റ് ആണ്. ഡു യു വാണ്ട് ദ മാനുവൽ ഇൻ ഇംഗ്ലീഷ് ഓൺലി? നമ്മൾ ഇംഗ്ലീഷ് മീഡിയം ആണല്ലോ, അപ്പൊ അതിൽ മലയാളത്തിന്റെ ആവശ്യമില്ല. അതിനെയൊക്കെ അങ്ങ് കട്ട് ചെയ്യണേ. ഹൗ ഡീറ്റെയിൽ ഷുഡ് ദ ലെസൺ പ്ലാൻ ബി? ഷോർട്ട് ഡെയിലി നോട്ട്സ്, മീഡിയം, വെരി ഡീറ്റെയിൽഡ്, SCRT, വെരി ഡീറ്റെയിൽഡ്. ആശയം മനസ്സിലായി വരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഡു യു വാണ്ട് പീരീഡ് വൈസ് പ്ലാൻസ്, മോഡ്യൂൾ വൈസ്, ബോത്ത്? എനിക്ക് പീരീഡ് വൈസ് ആയ കൊള്ളാമെന്ന് അതിലുണ്ട്, അപ്പൊ ഞാൻ പീരീഡ് വൈസ് കൊടുക്കാം. ഷുഡ് ഐ ഇൻക്ലൂഡ് ബ്ലാക്ക് ബോർഡ് വർക്ക്, ടീച്ചർ ടോക്ക്? ഇപ്പൊ രണ്ടും വേണമെന്നുണ്ടെങ്കിൽ ഒരു കോമൺ ഇട്ട് കൊടുത്താൽ ബ്ലാക്ക് ബോർഡ് വർക്കും ടീച്ചർ ടോക്കും എക്സ്പെക്ടഡ് ലേണേഴ്സ് റെസ്പോൺസസും എല്ലാം വേണമെങ്കിൽ കോമൺ ഇട്ടും കൊടുക്കുക. സാമ്പിൾ എലിസിയേഷൻ ക്വസ്റ്റ്യൻസ്, വൺ ടൈപ്പ് ഓഫ് അസസ്മെന്റ് ഫോർമാറ്റ് ഡു യു പ്രിഫർ? വാട്ട് ടൈപ്പ് ഓഫ് നമ്മുടെ സിമ്പിൾ ഓറൽ അസസ്മെന്റ്, ഒബ്സർവേഷൻ, മാക്സിമം ഉള്ളതൊക്കെ പോരട്ടെ. നമുക്ക് ഐഡിയാസ് ആണല്ലോ, റൂബിക്സും. ഓൾ ഓൾ കൊടുക്കുക. ഡു യു വാണ്ട് AI ഇന്റഗ്രേറ്റഡ് സജഷൻ ഇൻ ദ മാനുവൽ? എല്ലാം പോരട്ടെ. വാട്ട് ഫോർമാറ്റ് ഡു യു ഫൈനലി നീഡ്? PDF, എഡിറ്റബിൾ വേർഡ് ഫോർമാറ്റ്. എഡിറ്റബിൾ ആണ് വേണ്ടത്. PDF ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ക്യാൻവ ലേഔട്ട് കണ്ടന്റ് വേണ്ട. എഡിറ്റബിൾ വേർഡ് സ്റ്റൈൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റണം, പിന്നീട് എഡിറ്റ് ചെയ്യാൻ പറ്റണം. നമ്മുടെ സ്കൂളും പേരും ഒക്കെ അടിക്കണമല്ലോ. വാട്ട് ഈസ് യുവർ മെയിൻ ഗോൾ ഫോർ ദിസ് മാനുവൽ? ക്ലാസ് റൂം ടീച്ചിങ്, സ്കൂൾ സബ്മിഷൻ, ക്ലസ്റ്റർ BRC പ്രസന്റേഷൻ, യൂട്യൂബ് ടീച്ച് സപ്പോർട്ട്? ഒന്നുമല്ല, ക്ലാസ് റൂം ടീച്ചിങ് ആണ്. ടീച്ചർ ട്രെയിനിങ്, പേഴ്സണൽ റെഫറൻസ്. ഓക്കെ. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് ഐഡിയ പൂർവ്വം ചെയ്തത്? അത്രയും ചോദ്യങ്ങളെ ടൈപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി എല്ലാം കോപ്പി ചെയ്തിട്ട് ഈ പറഞ്ഞ 10 ചോദ്യങ്ങൾ ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് അവര് തന്ന ഓപ്ഷനിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് എനിക്ക് സമയം ലാഭിച്ചു. അങ്ങനെ ഞാൻ ചെയ്തപ്പോൾ ഒത്തിരി സമയം ലാഭിച്ച് ചാറ്റ് GPT ഇട്ട് ചെയ്തു. എന്നാൽ ക്ലൗഡിൽ നോക്കിക്കോണം, നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടില്ല, നമ്മൾ ബുദ്ധിമുട്ടിക്കില്ല. ഇത് തന്നെ ക്ലൗഡ് തന്നെ ഇങ്ങോട്ട് ചോദ്യം ചോദിക്കും. ക്ലൗഡിൽ പക്ഷെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, കോഡിൽ ഞാൻ പറഞ്ഞ ഈ സംഭവം ഞാൻ കൊടുത്തിട്ടില്ല. എൻ്റെ അടുത്ത് 10 ചോദ്യം ചോദിക്കണം എന്ന് പറഞ്ഞ കാര്യം ഞാൻ ക്ലൗഡിൽ ചോദിച്ചിട്ടില്ല. ഞാൻ ഇന്ററപ്റ്റ് ചെയ്യാണ്. ക്ലൗഡിനെ ഇന്ററപ്റ്റ് ചെയ്തിട്ട് ക്ലൗഡിൽ ഞാൻ പേസ്റ്റ് ചെയ്യാം. ഇന്ററപ്റ്റ് ചെയ്തിട്ട് ഞാൻ അതിനകത്ത് വേറൊന്നുമില്ല, ഇന്ററപ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ അതിൽ സ്റ്റോപ്പ് കൊടുത്തത്. യുവർ മെസ്സേജ് വിൽ എക്സീഡ് ദ മാക്സിമം ഇമേജ് കൗണ്ട് ഫോർ ദിസ് ചാറ്റ്. ഇങ്ങനെയാണ് പറഞ്ഞത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കാരണം ഇത് സാധാരണ ടോക്കൺസ് അല്ല ഇത് എടുത്തേക്കുന്നത്. ഒത്തിരി ടോക്കൺസ് ഉണ്ട്. 1, 2, 3, 4 എന്ന് പറഞ്ഞ ഒത്തിരി ടോക്കൺസ് എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ടോക്കൺ എന്ന് പറഞ്ഞാൽ AI ഇതിനകത്ത് നമ്മൾ ടോക്കൺസ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. വേർഡ് ആണ്. വേർഡ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഓരോ വേർഡിനെ ടോക്കൺസ് ആയിട്ടാണ് അത് കൗണ്ട് ചെയ്യുന്നത്. ടോക്കൺസ് കൂടുന്തോറും നമ്മുടെ അതിൻ്റെ അകത്തെ നമ്മുടെ റേഷൻ എന്ന് പറയുമല്ലോ, 11 ലാബ്സിലൊക്കെ നമ്മൾ ചെയ്ത് നമുക്കൊരു ക്രെഡിറ്റ് ഉണ്ടാവും. ഈ ക്രെഡിറ്റ് നമ്മൾ ഉപയോഗിക്കുക, എത്രയും കുറച്ച് ഉപയോഗിക്കുന്നോ അത്രയായിരിക്കും നല്ല. അതായിരിക്കും നമ്മുടെ ടാസ്ക്. പക്ഷെ നമുക്ക് ടീച്ചിങ് മാനുവലാണ് നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതൊന്നുമല്ല മെയിൻ പ്രശ്നം വന്നത്. എനിക്ക് പ്രശ്നം വന്നത് ഈ 2 PDF ആണ്. PDFന്റെ ഫയലിനകത്ത് ഒത്തിരി ടോക്കൺസ് ഇൻക്ലൂഡഡ് ആണ്. സോ അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് തീർന്നു പോയത്. ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ എന്ത് ചെയ്യുന്നു ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്റെ ഈ ഇമെയിൽ ID തീർന്നു എന്നാണ് അവർ പറഞ്ഞത്. വേറെ ഒന്നും ചെയ്യില്ല. ഞാൻ ഇതിനെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു ക്ലോഡ് ഓപ്പൺ ആക്കി അതിനകത്ത് വർക്ക് ചെയ്യും. ഞാൻ മറ്റൊരു ക്ലോഡ് ഓപ്പൺ ആക്കിയിട്ട് അതിനകത്ത് വർക്ക് ചെയ്യും.
ഒരു ബ്രൗസർ ഓപ്പൺ ആക്കിയിട്ട് അതിനകത്ത് ഞാൻ വർക്ക് ചെയ്യും. ഞാൻ ക്രോം വീണ്ടും ഒരെണ്ണം ഓപ്പൺ ആക്കി ഒരു ഇപ്പോൾ എടുക്കാത്ത ഏതെങ്കിലും ഒരു ഇമെയിൽ ഉപയോഗിച്ച് നമ്മുടെ ചാറ്റ് ജി പി ടി തീർന്നിട്ടുണ്ടാവും ഈ സമയം. ചാറ്റ് ജി പി ടി ഇത് ഞാൻ കൊടുത്തു നിർദ്ദേശം, ടീച്ചിങ് മാനുവൽ തയ്യാറാക്കാൻ പറഞ്ഞു. ഞാൻ കൊടുത്തത് വെച്ചിട്ട് തയ്യാറാക്കി. ഇനി അവസാനമായിട്ട് നമ്മൾ ഒരു ഇത് കൊടുക്കണം. എന്ത് കൊടുക്കണം? ക്രിയേറ്റ് മീ ഫുൾ ടീച്ചിങ് മാനുവൽ ക്രിയേറ്റ് മീ ഫുൾ ടീച്ചിങ് മാനുവൽ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ഇത് കൊടുത്തപ്പോഴാണ് എൻ്റെ ശരിക്കുള്ള വർക്ക് തുടങ്ങി. നമ്മൾ രണ്ടാം ഡേ 2 ചെയ്തപ്പോൾ ഇങ്ങനെ ഒന്നും ചെയ്തില്ല. നമ്മൾ അത് പെട്ടെന്ന് ഒന്ന് ചെയ്ത് പ്രോംപ്റ്റ് ഒക്കെ ചെയ്ത് പോയതേ ഉള്ളൂ. ഇതൊരു ചാറ്റ് ജി പി ടി അത്യാവശ്യം പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ടീച്ചിങ് മാനുവലാണ് ഇപ്പൊ തയ്യാറാക്കി തരുന്നത്. ഡ്യൂറേഷൻ 1 പീരീഡ് 60 മിനിറ്റ്. ഇനി അടുത്ത പ്രോംപ്റ്റിംഗ് ഇവിടെ കൊടുക്കുമ്പോൾ ഞാൻ എന്ത് കൊടുക്കും? 16 മിനിറ്റ് അല്ല, എനിക്ക് 40 മിനിറ്റ് മതി എങ്കിൽ ഞാൻ ഇവിടെ അതിന് വേണ്ട പ്രോംപ്റ്റ് ഈ പ്രോംപ്റ്റ് ഏരിയയിൽ കൊടുക്കും. കറക്ഷൻസ് ഒക്കെ വരും. എനിക്ക് തോന്നുന്നു ഞാൻ പീരീഡ് ബേസ് ആണ് കൊടുത്തത്, പക്ഷെ അതിൻ്റെ അകത്ത് മോഡ്യൂള് വന്നു. അങ്ങനെയൊക്കെയുള്ള കറക്ഷൻസ് വരുമ്പോൾ നമ്മൾ അതിന് വീണ്ടും വീണ്ടും തിരുത്തി 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 ചെയ്യാം. ചാറ്റ് ജി പി ടിയിൽ എളുപ്പമാണ്, ക്ലോഡിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, സമയം ഒത്തിരി എടുക്കും. ചെയ്ത് കിട്ടണത് വർക്ക് കിടിലമായിരിക്കും. അങ്ങനെയാണല്ലോ, ബുദ്ധിമുട്ടി കിട്ടുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര കിടിലമായിരിക്കുമല്ലോ. അതിനകത്ത് വേറെ മെയിൻലി എന്നാ വേണ്ട, ഞാൻ ഏത് ബ്രൗസർ എടുക്കാം? ചാറ്റ് ജി പി ടിയുടെ നമുക്ക് അനലൈസ് ചെയ്യാമേ. അവിടെ ഇരിക്കട്ടെ. ഞാൻ ക്ലോഡിൽ ഒരെണ്ണം പ്രോസസ്സ് ചെയ്ത് വെച്ചിട്ട് ചാറ്റ് ജി പി ടി ചെയ്യാൻ വിചാരിച്ചിരിക്കുക. മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് ഒരു ബ്രൗസറാണ്. ബ്രൗസർ എന്താണെന്നുള്ള കാര്യമൊക്കെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. ബ്രൗസർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ ഇന്റർനെറ്റിൽ ഇങ്ങനെ പല സൈറ്റുകളും പല ചെയ്തു വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ ഓപ്പണായി കാണുന്ന ഏത് സൈറ്റാണ്? എം എസ് എന്നിന്റെ സൈറ്റാണ്. അവരത് ചെയ്തു വെച്ചു. ഇതിനെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതിനാണ് ബ്രൗസർ എന്ന് പറയാം. ഈ ക്രോം, മൈക്രോസോഫ്റ്റ് എഡ്ജ്, മോസില ഫയർഫോക്സ് ഒക്കെ ശരിക്കും ഒരു വെബ്സൈറ്റിനെ www.google.com എന്ന് അടിക്കുമ്പോൾ ആ വെബ്സൈറ്റിനെ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് തരുന്നതാണ് ബ്രൗസർ. പല പല ബ്രൗസറുകളിലായിട്ട് ഇത് വർക്ക് ചെയ്യാം. ഓക്കെ, URL ക്ലോഡ് ആണ് കൊടുക്കേണ്ടത്. cloud.ai. ക്ലോഡിന്റെ സൈറ്റ് ഐക്കൺ നോക്കി നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് ക്ലോഡ് കൊടുക്കുന്നു. ഏത് ഇമെയിൽ ഐ ഡിയിലാണ് എന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ നേരത്തെ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ യൂസേജ് കാണാൻ പറ്റും. സെറ്റിങ്സ് യൂസേജ് അത് 22% ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. റീസെറ്റ് ഇൻ 4 hour 44 minutes. നോക്കാം. ന്യൂ ചാറ്റ് ഇതിനകത്ത് പേസ്റ്റ്. സോ കിടക്കട്ടെ. നമ്മുടെ ക്ലാസ് റൂമിനകത്തുനിന്ന് അതിനൊക്കെ ഇങ്ങ് കൊണ്ടുവരണം. ക്ലാസ് റൂമിനകത്തുനിന്ന് എല്ലാം ക്വസ്റ്റ്യൻ അടക്കം ഞാൻ ഇങ്ങനെ എടുക്കുകയാണ്. ക്വസ്റ്റ്യൻ തയ്യാറാക്കാനുള്ള പ്രോംപ്റ്റ് അടക്കം. ഓ, ഇതാണ് എൻ്റെ ക്ലോഡ്. അതിനകത്ത് ക്രിയേറ്റ് മീ ടീച്ചിങ് മാനുവൽ ബിഫോർ ദാറ്റ് ആസ്ക് 10 ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു ടീച്ചിങ് മാനുവൽ.
ടീച്ചിങ് മാനുവലുമായിട്ട് ബന്ധപ്പെട്ട 10 ക്വസ്റ്റ്യൻ എടുത്ത് ചോദിക്കണമെന്ന് പറയാണ്. ഇതിനകത്ത് നമ്മുടെ TMO ഉണ്ട്, ഹാൻഡ് ബുക്കും ഉണ്ട്. രണ്ടിനെയും ഓപ്പൺ കൊടുത്തു. ഇതിനെ പ്രോസസ്സിൽ കൊടുത്തിട്ട് നമുക്ക് ChatGPT ഒന്ന് അനലൈസ് ചെയ്ത് നോക്കണം. വന്നിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ ആയിരിക്കുന്നത് കുറച്ചും കൂടെ നല്ലതാണ്. പക്ഷെ ഉം, പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വലിയ വെർഷൻ ആകുമ്പോഴത്തേക്ക് എന്ത് പറ്റും, അതിന്റെ ഇതും കുറയും. ഞാൻ ഒരല്പം ഒരു സ്റ്റെപ്പ് 4.5 ഇട്ട് ഒന്ന് ചെയ്യണേ. അപ്പൊ അത് കുറച്ച് ടോക്കൺസേ എടുക്കത്തുള്ളൂ. ഈ ഇത് കൂടുന്തോറും ക്വാളിറ്റിയിൽ വ്യത്യാസം വരും കേട്ടോ. കണ്ടോ, ഇതിൽ കൊടുത്തപ്പോ നേരത്തെ ചെയ്തൊന്നും ഓർക്കുന്നില്ല. ഇതിനകത്ത് ഈ ChatGPT വന്നതുപോലെയാണ് വന്നേക്കുന്നത്. ഞാൻ കുറച്ചും കൂടെ കൂടിയ വെർഷൻ കൊടുത്തിരുന്നെങ്കിൽ എൻ്റെ അടുത്ത് ഇവിടെ തന്നെ മറ്റൊരു വിൻഡോ ഓപ്പൺ ആക്കി എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു ഏതൊക്കെയാണ് വേണ്ടത്. ഇപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടിയതും നമുക്ക് ChatGPT ചെയ്ത പോലെ നമുക്ക് ചെയ്യാം. ഞാൻ ഈ ക്വസ്റ്റ്യൻസ് അത്രയൊന്ന് കോപ്പി ചെയ്യണേ. ChatGPT ചെയ്ത സെയിം പരിപാടി. 10 ക്വസ്റ്റ്യൻ എടുത്തു. അല്ലെങ്കിൽ ഇവിടെ നിന്ന് വായിച്ചിട്ട് നമുക്ക് ആൻസർ മാത്രം അതിന്റെ ആൻസർ മാത്രം ഇവിടെ അടിച്ചു കൊടുക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സ്കോപ്പ് ആൻഡ് ഫോക്കസ്. വിച്ച് സ്പെസിഫിക് യൂണിറ്റ് ഫ്രം ദ അപ്ലോഡഡ് ഡോക്യുമെന്റ് വുഡ് യു ലൈക്ക് മീ ടു പ്രയോറിറ്റൈസ്? ഷുഡ് ഐ ക്രിയേറ്റ് ദ മാനുവൽ ഫോർ എൻറ്റയർ യൂണിറ്റ്? 31 മോഡ്യൂൾ കാണിച്ചിരിക്കുക. അല്ലെങ്കിൽ 1 to 10 മതി. 31 മോഡ്യൂളിനും ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. 1 to 10 വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. 1 to 10 വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. സാമ്പിൾ സാമ്പിൾ 3 to 4 മോഡ്യൂൾ അങ്ങനെ കൊടുക്കാം. നമുക്ക് 31 മോഡ്യൂൾ ഇപ്പൊ കൊടുത്ത് നമ്മൾ വെറുതെ സമയം പാഴാക്കണ്ട. ചെറിയ ഒരു സാധനം മതി. ഇപ്പൊ ഒന്നാമത്തേന് ഇങ്ങനെ കൊടുക്കാം. ഇനി രണ്ടാമത്തെ, ടീച്ചർ ഓഡിയൻസ്. അത് ആക്കിയിട്ടൊരു രണ്ട് ആയിട്ടൊരു ഇപ്പൊ ഞാൻ എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ പ്രോസസ്സ് തുടങ്ങും. അതുകൊണ്ടാണ് ഞാൻ എൻട്രി കൊടുക്കാതെ ഇതിനകത്ത് തന്നെ ചെയ്യണതേ. ടീച്ചർ ഓഡിയൻസ്, ന്യൂലി ക്വാളിഫൈഡ് ടീച്ചേഴ്സ്, എൻക്യൂറ്റീവ്, ഇൻക്ലൂഡിംഗ് ഡീറ്റെയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡൻസ് എക്സ്പ്ലൈൻഡ്. പുതിയ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. എക്സ്പീരിയൻസ് ടീച്ചേഴ്സ് വാണ്ടിങ് ക്വിക്ക് റെഫറൻസ് പോയിന്റ്സ്. മിക്സഡ് എക്സ്പീരിയൻസ് ലെവൽസ് ആണ് ഞാൻ കൊടുക്കും. രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വരട്ടെ. രണ്ട് ഇതാ കൊടുത്തു. 3, ഡോക്യുമെന്റ് ലെങ്ത് ആൻഡ് ഡീറ്റെയിൽ. ഞാനിതിപ്പോ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിലുള്ള കാര്യമാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യാം. എങ്ങനെയാണ് ഒരു ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുക എന്നുള്ള എൻ്റെ പ്രൊസീജിയറിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. നിങ്ങളിത് വായിച്ചിട്ട് നിങ്ങൾക്ക് ഇത് തന്നെ കിട്ടണമെന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലായിരിക്കും കിട്ടുക. ഒരു സെക്കൻഡ് അത് ഹോൾഡ് ചെയ്യണം. ഫോണെന്ന് എടുക്കൂ. ഓക്കെ, അപ്പൊ നമ്മൾ മൂന്നാമത്തെ പോയിന്റിലെത്തി. 15-20 പേജസ് കവറിങ് എസെൻഷ്യൽ പോയിന്റ്സ്. അത് കൊടുത്ത് ഇനി എളുപ്പ സ്പീഡ് കൂട്ടണേ. ഫോർമാറ്റീവ് അസസ്മെന്റ് ബോത്ത് എല്ലാവരും ന്യൂട്രലെല്ലാം കൊടുക്കുക. കൺട്രോൾ V. ഇനി അഞ്ചാമത്താണ് ഞാൻ കൊടുത്തത്. നാലാമത്താണ് കൊടുത്തത്. 4, ഓൾ 31 മോഡ്സ് റെഡി ടു പ്രിന്റ് മെറ്റീരിയൽ ഡേറ്റഡ് അല്ലേ. അപ്പൊ അതാണ് 4. നമ്പർ കറക്റ്റ് ആയിട്ട് ചെയ്യണേ. 4, 5. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അസസ്മെന്റ് ഫോക്കസ് ബോത്ത് വരണമെങ്കിൽ അതിൻ്റെ അടുത്തില്ലാണ്. ഇനി 6, കൾച്ചറൽ ഇന്റഗ്രേഷൻ കേരള കണക്ഷൻസ് ഇരിക്കട്ടെ. 6, 7, പിരീഡ്. 7,
8 സിമ്പിൾ ആയിരിക്കണം. 8, 9, 10. ഫോർമാറ്റ് ആൻഡ് ഡെലിവറബിൾ. ഇങ്ങനെ എഴുതാൻ ഡോക്സ് മതി. ഓപ്ഷൻ എ 10. ഇത്രയും കൊടുത്ത് നമ്മൾ ഇവിടെ കൊടുക്കുകയാണ്. നമ്മുടെ 10 ചോദ്യത്തിന് നമ്മൾ ഉത്തരം കൊടുത്ത് പ്രോസസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്. ഞാൻ ഹൈക്കു എന്ന് പറയുന്ന മോഡലാണ് ഫസ്റ്റ് തയ്യാറായ മോഡൽ, ഇവരുടെ ക്ലോഡിന്റെ. കേട്ടോ, പെട്ടെന്ന് വന്നതാണ്ടോ നമ്മള് ചാറ്റ് ജി പി ടി വന്നതാണ്. കുറച്ച് മോഡുകളെ കൊടുത്തിട്ടുള്ളതായിരുന്നു. നമുക്ക് ഇത് രണ്ടും ഒന്ന് അനലൈസ് ചെയ്യാനുള്ളത് അവിടെ നടക്കട്ടെ. നമുക്ക് ചാറ്റ് ജി പി ടിയിലേക്ക് പോയിട്ട് ഇങ്ങോട്ട് വരാം. ഇനി മലയാളത്തിലും കൂടെ ഒരെണ്ണം ചെയ്യാനുണ്ട്. ഇതായിരുന്നു ചാറ്റ് ജി പി ടിയിൽ ചെയ്തത്. ചാറ്റ് ജി പി ടിയിൽ എനിക്ക് തോന്നുന്നു മുഴുവൻ ഫുൾ മോഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. ഫുൾ മോഡ്യൂൾ നമ്മൾ കൊടുത്തിരുന്നു. ആം, നമുക്ക് അത് അനലൈസ് ചെയ്ത് പോവാം. ക്രിയേറ്റ് മീ ഫുൾ ടീച്ചിങ് മാനുവൽ എന്ന് കൊടുത്തു. അതിനുശേഷമാണ് ഈ സ്റ്റെപ്പുകളൊക്കെ കൃത്യമായിട്ട് വന്നത്. ആദ്യം ക്ലാസ് വന്നു. ആദ്യം എസ് സി ആർ ടി ഇവിടെ വന്നു. എസ് സി ആർ ടി കേരള ടീച്ചിങ് മാനുവൽ വന്നു, ക്ലാസ് വന്നു, യൂണിറ്റിന്റെ പേര് വന്നു, ഓവർവ്യൂ ഉണ്ട്, ലേണിംഗ് ഔട്ട്കംസ് വന്നിട്ടുണ്ട്, കോൺസെപ്റ്റ്, മേജർ കോൺസെപ്റ്റ്, എലമെന്റ്സ് വന്നിട്ടുണ്ട്, ടീച്ചിങ് അപ്രോച്ച്, എങ്ങനെ അപ്രോച്ച് ചെയ്യണം, റൈറ്റിംഗ്, റോൾ പ്ലേ, ലേണിംഗ് ഔട്ട്കംസ് ഓരോ മോഡ്യൂളിലും വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഞാൻ പീരീഡ് ആണ് കൊടുത്തത്, പക്ഷെ വന്നത് മോഡ്യൂൾ ബേസ് ആണ്. അപ്പോൾ അത് ഒരിക്കൽ കൂടെ ഒന്ന് കറക്ഷൻ ഞാൻ ഒന്ന് കാണിക്കാം. ഇപ്പോ ഐ വാണ്ട് പീരീഡ് ബേസ്ഡ് ടീച്ചിങ് മാനുവൽ. ഇതിനെ ഹാലൂസിനേഷൻ എന്നാണ് പറയുന്നത്. അതായത് ഒത്തിരി നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചാറ്റ് ജി പി ടിയോടോ അല്ലെങ്കിൽ മറ്റ് എ ഐ ടൂളോട് കൊടുക്കുമ്പോൾ ചില സാധനങ്ങൾ സ്കിപ്പ് ആവും. അതിനാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറയുന്നത്, വളരെ എന്താണ് കണ്ടന്റ് ബേസ് ചെയ്ത് വളരെ കുറച്ച് പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് വരും. ഞാനിപ്പോ അതിനകത്ത് കറക്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത് ചെറിയ പ്രോംപ്റ്റ് ആണ്. പീരീഡ് ബേസ്ഡ് തയ്യാറാക്കി തരണം. ഒരു ഇവിടെ നടക്കും, നമുക്ക് വെയിറ്റ് ചെയ്യാം. കഴിഞ്ഞിട്ടില്ല, അതാണ് വരാൻ പ്രോസസ് നടക്കുന്നു. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, നമുക്ക് മുന്നോട്ട് പോവാം. ഇനി മലയാളം ഉണ്ടല്ലോ ചെയ്യാനായിട്ട്. മലയാളത്തിനായിട്ട് ക്ലാസ് യൂഷ്വൽ ജെമിനിയാണ് സമീപിക്കുക. ജെമിനിയിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട്.
എന്റെ ഓർഡർ കുറച്ചാണ് കൊടുത്തത്, ഇപ്പൊ കൂടുതൽ വന്നതുപോലെ നോക്കാം. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മോഡ്യൂൾ മോഡ്യൂൾ കാണിച്ചല്ലോ. മോഡ്യൂൾ 3, മോഡ്യൂൾ 4. ഞാൻ 4 മോഡ്യൂൾ കൊടുത്തതായിട്ടാണ് എന്റെ ഓർമ്മയെ. എന്നിട്ട് ഇത്രയും ലെങ്ത്. ഇത് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് ഐഡിയാസ് കിട്ടും പുതുതായിട്ടൊക്കെ. ഒത്തിരി ഐഡിയാസ് ഇതിനകത്ത് വരും. 60 മിനിറ്റ് നമുക്ക് കറക്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. പീരീഡ് ബൈ പീരീഡ് ബ്രേക്ക് ഡൗൺ. 5 മിനിറ്റ് വാമപ്പ്, ഇൻട്രൊഡക്ഷൻ, ഗെയിം പ്ലേ, റാപ്പ് അപ്പ്. ഓക്കെ, ഒരു മികച്ച ഒരു ടീച്ചിങ് മാനുവലാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ അതിന് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ക്ലിക്ക് ചെയ്ത് തീരുന്നുണ്ട്, ഒരുപാടുണ്ട്. ഒരു ടീച്ചിങ് മാനുവൽ കിട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുന്നേറ്റ് പോകാൻ പാടില്ല. അതിനകത്ത് ഇനി ഓരോന്നോരോന്നായിട്ട് ചേഞ്ച് വരുത്തി 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 മികച്ചതാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഗൂഗിൾ ഡോക്കിൽ പോയിട്ട് അതിനെ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടുള്ളൂ. അതിനുശേഷം ബാക്കി എഡിറ്റ് ഒക്കെ ഇവിടെ ഗൂഗിൾ ഡോക്സിൽ വന്നിട്ട് അവിടെ ആയിരിക്കും നമ്മൾ ബാക്കിയുള്ള എഡിറ്റുകളൊക്കെ ചെയ്യേണ്ട. ഇതിൽ പക്ഷേ ഹെഡിങ് യൂണിറ്റ് ഒന്നും വന്നിട്ടില്ല. ചാറ്റ് ജി പി ടി എന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാം. ചാറ്റ് ജി പി ടി എന്ന് ഇങ്ങോട്ട് എടുക്കാം. ഈ സെന്റർ. ഓക്കെ, നമ്മുടെ ആവശ്യത്തിന് സേവ് ചെയ്യുക. നമ്മുടെ ഒരു ഫോൾഡർ സെപ്പറേറ്റ് യൂണിറ്റിന്റെ പേരൊക്കെ വെച്ച് നമ്മുടെ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഒരു യൂണിറ്റ് തയ്യാറാക്കി വെക്കുക. ഒരു ഫോൾഡർ തയ്യാറാക്കി വെക്കുക. അതിനകത്ത് ഒരു ടീച്ചിങ് മാനുവല് റെഡിയായി ഫൈനലായിട്ട് പോളിഷ് ആയിട്ട് ഫുൾ പോളിഷ് ചെയ്ത് ഒരു നല്ലൊരു മികച്ച ടീച്ചിങ് മാനുവൽ ചെയ്യുന്ന ആളിനെ സാറ്റിസ്ഫൈഡ് ആകുന്നത് വരെ നമ്മൾ ഇതിൽ പ്രോംപ്റ്റ് ചേഞ്ച് വരുത്തി 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 അതിനകത്ത് ആവശ്യമുള്ളത് കൂട്ടിച്ചേർക്കാം, ആവശ്യമില്ലാത്തതിനെ കട്ട് ചെയ്ത് കളഞ്ഞ് നല്ലൊരു മികച്ച ഒരു ടീച്ചിങ് മാനുവൽ. നമ്മളാണ് ഇതിനെ എന്താ ജഡ്ജ് ചെയ്യേണ്ടത്. നമുക്കിത് ബെറ്റർ ആയിട്ട് തോന്നുന്ന ഒരു ടീച്ചിങ് മാനുവലായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് പോകണം. അതിനുവേണ്ടി ഈ രണ്ട് ടൂളുകളും ഉപയോഗിക്കാം. ചാറ്റ് ജി പി ടിയും ഉപയോഗിക്കാം, ക്ലോഡും ഉപയോഗിക്കാം. ക്ലോഡിൽ നമ്മൾ ഇതിനകത്ത് ഇന്ന് ഈ ഹേക്കു എന്ന് പറയുന്ന വേർഷനിലാണ് നമ്മൾ ചെയ്തത്. പുതിയ ഒരു ഇത് എടുക്കുമ്പോൾ എല്ലാ വേർഷനും കാണിക്കും. ഈ ഓപ്പസ് എന്ന് പറഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനാണ്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരും. നമുക്ക് ചെറിയ ഇതൊന്നും തുടങ്ങി അങ്ങോട്ട് പോവാം, അതായിരിക്കും ബെറ്റർ. ഇത് കുറെ ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് ഐഡിയാസ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിനി മലയാളത്തിലേക്ക് കിടക്കാം. നമുക്ക് സമയം 41ആയി. മലയാളം ഒരു ടീച്ചിങ് മാനുവലും കൂടെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് മലയാളത്തിന്റെ പ്രോംപ്റ്റ് ക്രിയേറ്റ് മീ എ കംപ്ലീറ്റ് ടീച്ചിങ് മാനുവൽ.
ഇത്രയും എടുത്ത് കോപ്പി എടുത്തു. അത് ഈ ന്യൂ ചാറ്റ് കൊടുത്തിട്ട്, സോറി, നമ്മൾ ഇതിനകത്ത് ജെമിനി ആണല്ലോ പറഞ്ഞിരിക്കുന്നത്. ജെമിനി, ജെമിനി AI, ജെമിനി, ജെമിനി എടുത്ത് അതിനകത്ത് നമ്മൾ പേസ്റ്റ് ചെയ്തു. ജെമിനിക്കകത്ത് പേസ്റ്റ് ചെയ്യുക. നമ്മൾ കൊണ്ടുവന്ന ഇത് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് പ്ലസ് ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ഫയൽസ് കൊടുത്ത് മലയാളത്തിന്റെ രണ്ട് ഫയലുകളുണ്ട്. മലയാളത്തിന്റെ രണ്ട് ഫയലുകൾ. ആ, 4ാം ക്ലാസ്സിന്റെ TM ഹാൻഡ് ബുക്ക് കൊടുത്ത് ഓപ്പൺ കൊടുത്ത് അതോടെ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കട്ടെ. അപ്ലോഡ് എടുത്ത് അതിനകത്ത് മലയാളം പേസ്റ്റ് ചെയ്തു. പ്ലസ് കൊടുത്തു. ആഡ് ഫയൽസ് കൊടുത്തു. മലയാളം ഹാൻഡ് ബുക്ക് ഓപ്പൺ. ഹ്യൂമനൈസ് ഒന്ന് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പ്രോംപ്റ്റിന്റെ താഴെ ഹ്യൂമനൈസ്. നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് കുറച്ച് ടാക്സ്. അതിന്റെ ഒന്നാണ് ഹ്യൂമനൈസ്. ഹ്യൂമനൈസ് കൊടുത്തിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കണം എന്ന് പറയുന്ന വരി ഉണ്ടല്ലോ, അതും കൂടെ നമുക്ക് ഇതിനകത്ത് കൊടുക്കാം. അത് ഇവിടെയൊക്കെ ചോദിക്കും. ഇനിയുള്ളത് നമ്മൾ ആ രീതിയിലായിരിക്കും ചെയ്യുന്നത്. വെറുതെ പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്ത് വിടുകയല്ല. ഹ്യൂമനൈസ് കൊടുത്ത് കുറച്ച് കൊടുത്തിട്ട് എനിക്ക് തന്നെ ആവട്ടെ. ഞാൻ 10 ചോദ്യങ്ങൾ ചോദിക്കാൻ റെഡി ആയിരിക്കുകയാണ്. അതായത് ആവട്ടെ. ഇത് ഓരോന്നായിട്ട് കോപ്പി എടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇല്ലെങ്കിൽ നമ്പർ ഇട്ട് കൊടുക്കുക. ഓരോന്നിന്റെ ആൻസർ മലയാളത്തിലാകുമ്പോൾ നമുക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഇതിലിപ്പോ മംഗ്ലീഷ് കീബോർഡിൽ പോയിട്ട് അത് ടൈപ്പ് ചെയ്ത് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ക്രിയേറ്റ് മീ ഫുൾ എൻറ്റയർ ടീച്ചിങ് മാനുവൽ എന്ന് പറഞ്ഞിട്ട് പ്രോംപ്റ്റ് കൊടുക്കാം. അപ്പൊ ഈ മലയാളം കിട്ടും. അതാണ് ഇതിന്റെ പരിപാടി. സമയക്കുറവ് കാരണം ഞാനിപ്പോ എല്ലാം കോപ്പി എടുത്ത് പേസ്റ്റ് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ അകത്ത് എന്നെ കൊടുത്താൽ ശരിയായിട്ടുള്ള രീതി കിട്ടൂല. ഫുൾ ടീച്ചിങ് മാനുവൽ. ചിറക് വിരിച്ച് ചാപ്റ്ററിന്റെ പേര്. ആമുഖമുണ്ട്, പഠന ലക്ഷ്യങ്ങളുണ്ട്. സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇതിനകത്ത് ഇപ്പൊ ഇതാണ് ഞാൻ നേരത്തെ ഉദ്ദേശിച്ചത്. ഇതിനകത്ത് ഓരോന്നായി ചോദിക്കുന്നു ഏത് ക്ലാസ്സിന് വേണ്ടിയിട്ടാണ്. നമ്മള് ക്ലാസ് 4ാം ക്ലാസ് അല്ലേ പറഞ്ഞേ? മലയാളം ഏതായിരുന്നു? അല്ലെങ്കിൽ ഓർക്കുന്നവരുണ്ടോ? മലയാളം
മലയാളം 4ാം ക്ലാസ്സിന്റെയാണ്. 4ാം ക്ലാസ്സിന്റെ യൂണിറ്റ് 1 അപ്പൊ 4ാം ക്ലാസ് എല്ലാ പാഠങ്ങളും വേണ്ട, അതൊരു 3-4 പാഠങ്ങൾ വളരെ ലളിതമായിരിക്കണം. 6 മുതൽ 7 വയസ്സ്. 4 പ്രവർത്തനങ്ങൾ വളരെ ഓ ചെറ്റ മാനിയ. ഓരോ പാഠത്തിനും 1-2 ഐഡിയ. ഇതൊക്കെ മാറി വരും കേട്ടോ. 1-2 മാസത്തിനുള്ളിൽ ഈ മിസ്റ്റേക്കുകളൊക്കെ ക്ലിയർ ആയി വരും. ആരംഭകർ. ഓരോ പാഠത്തിനും 1 മുതൽ 2 വർക്ക്ഷീറ്റ്. പിന്നിലുള്ള കുട്ടികൾക്കായി. പിന്നോക്കമുള്ള കുട്ടികളാണ് ഉദ്ദേശിച്ചത്. പിന്നിലുള്ള കുട്ടികൾക്കായി രണ്ടും രണ്ടും രണ്ടുപേരെ നമുക്ക് വേണമല്ലോ. പിക്സി, കാലം, പെറുമാൻ, ഇതൊക്കെയാണോ ഉണ്ടോ. ഇരുവരിങ്ങളൊക്കെ. ചെറിയ ടിപ്സ്, വിപുലമായ വ്യാഖ്യാന വിശദീകരണം. ഇങ്ങനെ 10 പെട്ടെന്ന് കൊടുത്തു. ഓക്കെ, അത് അവർക്ക് തുടങ്ങി. ടീച്ചേഴ്സ് പറയൂ, നിങ്ങളുടെ ഡൗട്ടിന്റെ സെക്ഷനാണ്. ബാച്ച് 1-ലെ ടീച്ചേഴ്സ് ഇതൊക്കെ കണ്ടിട്ട് എന്താണെന്ന് തോന്നുന്നു? 30 പേരുണ്ട്. രണിമ ടീച്ചർ, ബീന ടീച്ചർ മൈക്ക് ഓൺ ആക്കി വെച്ചിരിക്കുകയാണ്. പറയൂ. നമുക്കൊരു നല്ല നിലവാരത്തിലുള്ള ടീച്ചിങ് മാനുവൽ തയ്യാറാക്കാൻ പറ്റൂലേ? കഴിയുമോ? സാധിക്കുമോ? ഇന്ന് മനസ്സിലാക്കിയ ടൂളൊക്കെ വെച്ചിട്ട്. ശ്രീജയ ടീച്ചർ, ആനി ടീച്ചർ. നോക്കാം, ശ്രമിക്കാം സർ. യെസ്, ട്രൈ ചെയ്ത് നോക്കിയ. സംസാരിക്കുന്ന പോലെയല്ല, ചെയ്ത് നോക്കുമ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എല്ലാവരും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്തു. നമ്മൾ ഇതിന് മുന്നേ കണ്ട ടീച്ചിങ് മാനുവലിൽ നിന്നും നമ്മൾ ഇപ്പോൾ തയ്യാറാക്കി തരുന്ന ഈ AI തയ്യാറാക്കി തരുന്ന ടീച്ചിങ് മാനുവൽ എങ്ങനെയുണ്ട്? നല്ലതാണോ അതോ കൈകൊണ്ട് എഴുതിയതാണോ നല്ലത് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. മറ്റുള്ളവർക്കും എനിക്കും ഒക്കെ അത് വളരെ സഹായകമായിരിക്കും. ഇന്ന് എന്തെങ്കിലും അനുഭവങ്ങൾ പുതുതായിട്ട് കിട്ടിയെങ്കിൽ അതുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ഞാൻ പറഞ്ഞു, നമ്മൾ പലതരത്തിലുള്ള മോഡലുകൾ ഈ ദിവസമൊക്കെ പരീക്ഷിച്ചു. 3 മോഡലാണ് പരീക്ഷിച്ചത്. ChatGPT-യുടെ നോക്കി, ജെമിനിയുടെ നോക്കി, ക്ലോഡിന്റെ നോക്കി. ഞാൻ ഒരുപാട് AI സോഫ്റ്റ്വെയറിലൊക്കെ ഇങ്ങനെ പരീക്ഷണം നടത്തുന്നുണ്ട്. ഇത് ഓരോന്നിന്റെയും ഓരോ റിസൾട്ട് അനലൈസ് ചെയ്ത് അങ്ങനെ അങ്ങനെ പോകുന്നതാണ്. അപ്പൊ എനിക്ക് ഈ ChatGPT-യുടെയും ഈ ക്ലോഡിന്റെയും കമ്പാരിറ്റീവ്ലി ബെറ്റർ തോന്നുന്നുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒന്ന് ഇതിനകത്ത് പ്രശ്നം ക്ലൗഡില് എന്താണെന്ന് പറ്റുന്നേ ആ, ഇല്ല, വേഗം അത് ടൈം ഔട്ട് ആയിരുന്നു. അതെ അതെ, ടൈം ഔട്ട് ആവുന്നതിന് ഞാൻ ഇന്ന് പറഞ്ഞു തന്ന ഈ മെത്തേഡ് ഒന്ന് പരീക്ഷിച്ചു. കുറഞ്ഞ മോഡൽ, ഏറ്റവും കുറഞ്ഞ മോഡൽ ഹൈക്കു 4.5 വെച്ച് ചെയ്ത് നോക്ക്. പെട്ടെന്ന് ഇപ്പൊ കിട്ടുകയും ചെയ്യും. ടെക്സ്റ്റ് ബുക്കും ഒരു മോഡൽ ടീച്ചർമാരിൽ മാത്രം വെച്ച് നോക്കാം അല്ലെ? അങ്ങനെയും നോക്കാം, അങ്ങനെയും നോക്കാം. ടെക്സ്റ്റ് ബുക്ക് ആണോ ബെറ്റർ അല്ലെ ഹാൻഡ് ബുക്ക് ആണോ? ഹാൻഡ് ബുക്ക് ആയിരിക്കൂലേ? ഹാൻഡ് ബുക്കാണ് നല്ലത്. ടെക്സ്റ്റ് ബുക്കിന്റെ പ്രശ്നം നമുക്ക് അത് നോക്കുമ്പോൾ അറിയാം. ടെക്സ്റ്റ് ബുക്കിൽ ആ പാഠത്തിന്റെ കുറച്ചല്ലേ സ്റ്റോറിയും ഉണ്ടാവും. കുറച്ചൊക്കെ കാണും. ഹാൻഡ് ബുക്കിൽ വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നതാണ്. എന്നാൽ ടെക്സ്റ്റ് ബുക്കിന്റെ കാര്യങ്ങൾ ഹാൻഡ് ബുക്കിൽ വരുന്നുണ്ട്. ഒന്ന് നോക്കൂ ഇപ്പൊ എല്ലാവരും. ഞാൻ ഇതിന്റെ റെക്കോർഡിംഗ് ഇട്ടേക്കാം.